നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ നമുക്ക് കുറച്ച് എക്സസൈസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും ഫാസ്റ്റിങ്ങിലാണ്, പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് എടുക്കുകയാണ് നമ്മൾ. വാട്ടർ ഫാസ്റ്റിങ്ങും ജ്യൂസ് ഫാസ്റ്റിങ്ങും ഫ്രൂട്ട് ഡയറ്റും ഫ്രൂട്ട് ഫാസ്റ്റിങ്ങും അങ്ങനെ പല രീതിയിൽ പലതരത്തിലുള്ള ഡയറ്റിംഗ് പ്രാക്ടീസുകളാണ് ഇന്ന് നടത്തുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണെന്നുള്ളത് കൊണ്ട് ഫാസ്റ്റിംഗ് ഡേ എന്ന തരത്തിലാണ് കുറേ കാലമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് തുടങ്ങുമ്പോൾ അവിടെ കംപ്ലീറ്റ് റെസ്റ്റോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്ഷീണമോ ഒന്നുമല്ല നമുക്ക് ഉണ്ടാകുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങളായിരിക്കും ഫാസ്റ്റിംഗ് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇന്ന് ആ ഫാസ്റ്റിങ്ങിൻ്റെ ആരംഭത്തിൻ്റെ ഭാഗമായി, ഫാസ്റ്റിംഗ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ എക്സസൈസുകൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ് ചെയ്തുകൊണ്ട് തുടങ്ങാം. കഴുത്തിനൊക്കെ ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുക. വളരെ സ്ലോ ആയിട്ട് തല മുൻപിലേക്കും പിറകിലേക്കും ചലിപ്പിക്കാം. വളരെ സ്ലോ ആയിട്ട് കഴുത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് സൈഡിലേക്കും കുറേശ്ശെ തല ചരിക്കുന്നു. ലെഫ്റ്റ് റൈറ്റ്, കഴുത്തിൻ്റെ രണ്ട് സൈഡിലുള്ള മസിൽസിനുണ്ടാവുന്ന ചെറിയൊരു സ്ട്രെച്ച് ശ്രദ്ധിക്കാം. നേരെ വരുന്നു, രണ്ട് വശങ്ങളിലേക്കും തല തിരിച്ചു നോക്കുക. ലെഫ്റ്റ് റൈറ്റ്, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കൂ കേട്ടോ. നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇരുന്ന് ചെയ്യാം. ഓക്കെ, വീണ്ടും കഴുത്തിൻ്റെ രണ്ട് സൈഡിലുള്ള മസിൽസിനുണ്ടാവുന്ന സ്ട്രെച്ച് ശ്രദ്ധിക്കണം. ഇനി റൊട്ടേറ്റ് ചെയ്യാം. വളരെ സ്ലോലി കണ്ണടച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തോളൂ. മുമ്പിലേക്ക് വളച്ചു, ഇടത്തോട്ട്, പിറകിലേക്ക്, വലത്തോട്ട്, വീണ്ടും മുൻപിലേക്ക്. റൊട്ടേറ്റ്. ഒരു തവണ കൂടി വളരെ സ്ലോ ആയിട്ട്. കഴുത്തിന് വേദനയൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിക്കോളൂ കേട്ടോ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലും റൊട്ടേറ്റ്. കഴുത്തിന് ചുറ്റുമുള്ള മസിൽസ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ സ്ട്രെച്ച് ആവുന്നു, റിലീസ് ചെയ്യുന്നു, എല്ലാം ശ്രദ്ധിക്കാം. സ്ലോലി നേരെ വരാം. ഇനി ഷോൾഡറിനുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യൂ. കൈകൾ ലൂസാക്കിയിട്ടുകൊണ്ട് ഷോൾഡർ റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യാം. റൊട്ടേറ്റ് റൊട്ടേറ്റ് റൊട്ടേറ്റ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലും റൊട്ടേറ്റ് റൊട്ടേറ്റ്. ഷോൾഡറിന് ചുറ്റുമുള്ള മസിൽസിന് ഉണ്ടാവുന്ന ചെറിയൊരു സ്ട്രെയിൻ ശ്രദ്ധിക്കുക. റിലീസ്. ഇനി കൈമുട്ടൊക്കെ മടക്കുക, നിവർത്തുക. നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി പിടിക്കൂ. കൈമുട്ട് ഇങ്ങനെ മടക്കുന്നു, നിവർത്തുന്നു. മസിൽസൊക്കെ നല്ലവണ്ണം ടൈറ്റ് ആയിരിക്കട്ടെ. 4 and 5. ഇനി റിസ്റ്റ് മൂവ്മെൻറ്റ്. ഈ റിസ്റ്റിൻ്റെ റൊട്ടേഷൻ. റൊട്ടേറ്റ് റൊട്ടേറ്റ്. കൈത്തണ്ടകളൊക്കെ നല്ല ടൈറ്റാക്കി പിടിക്കുക കേട്ടോ. ഈ മസിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കട്ടെ. നല്ല ടൈറ്റാക്കി പിടിക്കുക. റിലീസ്. ഇനി വിരലുകളൊക്കെ നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് മടക്കുന്നു, നിവർത്തുന്നു, മടക്കുന്നു, നിവർത്തുന്നു. ഓരോ ജോയിൻറ്റും മടങ്ങുന്നതും നിവരുന്നതും നമുക്കറിയാനായിട്ട് സാധിക്കണം. റിലീസ്. ഇനി ഹിപ്പ് റൊട്ടേഷൻ. രണ്ട് കൈകളും അരയിൽ വയ്ക്കുന്നു, കാലുകൾ ഒരടി അകലത്തിൽ വയ്ക്കുക. ജസ്റ്റ് റൊട്ടേറ്റ്. വയറ് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് റൊട്ടേറ്റ് റൊട്ടേറ്റ്. വയറ് മുൻപിലേക്ക് വരുമ്പോൾ എക്സേൽ, പിറകിലേക്ക് പോകുമ്പോൾ ഇൻഹേൽ. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. റിലീസ്. ഇനി ബോഡി ഒന്ന് റൊട്ടേറ്റ് ചെയ്യൂ. ഹിപ്പിൻ്റെ മുകളിലേക്കുള്ള ഭാഗങ്ങൾ മാത്രം. റൊട്ടേറ്റ് റൊട്ടേറ്റ്. റൈറ്റ്, ഫ്രണ്ട്, ലെഫ്റ്റ്, ബാക്ക്. റൊട്ടേറ്റ്. വയറിന് തന്നെയായിരിക്കും കുറച്ച് സ്ട്രെയിൻ ഉണ്ടാവുക. വളരെ സ്ലോലി മതി കേട്ടോ. ഒരല്പം പോലും ഏതെങ്കിലും ഒരു പ്രത്യേക മസിലിന് പെയിൻ ഉണ്ടാവരുത്, അല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് കൂടിയൊരു സ്ട്രെയിൻ ഉണ്ടാവരുത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. റൊട്ടേറ്റ് റൊട്ടേറ്റ്. വീണ്ടും വയറിലേക്ക് തന്നെ ശ്രദ്ധിക്കൂ, അരക്കെട്ടിലേക്ക് ശ്രദ്ധിക്കൂ. സ്ലോലി നേരെ വരാം. ഇനി കാൽമുട്ട്. ഇന്ന് ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാൽമുട്ട് മടക്കുന്നു, നിവർത്തുന്നു, മടക്കി നിവർത്തി, മടക്കി നിവർത്തി. പ്രാക്ടീസ്. 3 4 5. എവിടെയെങ്കിലും ചുമരിലൊക്കെ പിടിച്ച് നിന്നും ചെയ്യാം. ഇനി ചെയറിലിരുന്നിട്ടും ചെയ്യാം കേട്ടോ. ലെഫ്റ്റ് ലെഗ്. പ്രാക്ടീസ്. 1 2 3 4 and 5. ഇനി രണ്ട് സൈഡിലേക്കും കാൽമുട്ടിൻ്റെ മൂവ്മെൻറ്റ്.
കാൽമുട്ട് അല്പം ഉയർത്തിപ്പിടിച്ചു. ചുമരിലങ്ങാനൊന്ന് തൊട്ട് നിന്ന് ചെയ്യുകയാണെങ്കിൽ ബാലൻസിന് കുഴപ്പമുണ്ടാവില്ല. രണ്ട് സൈഡിലേക്കും റൈറ്റ് ലെഫ്റ്റ്. കാലിലെ മസിലൊക്കെ ഇത്തിരി ടൈറ്റ് ആയിരിക്കട്ടെ കേട്ടോ. ഇടത് കാൽ രണ്ട് സൈഡിലേക്കും. ഈ മസിലിനൊക്കെ ചെറിയൊരു സ്ട്രെയിനൊക്കെ ഉണ്ടാവും. ഇനി കാൽമുട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഇതും എവിടെയെങ്കിലും തൊട്ട് നിന്നുകൊണ്ട് ചെയ്യുക, ബാലൻസ് പോവാതിരിക്കാൻ. റൊട്ടേറ്റ്. ഇപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ തൈ മസിലിന്, തൊടയുടെ മസിലിനൊക്കെ നല്ല കോൺട്രാക്ഷൻ ഉണ്ടായിരിക്കും. 5 ഓപ്പോസിറ്റ് ഡയറക്ഷനിലും. 1 2 3 4 and 5. ലെഫ്റ്റ് ലെഗ്. 1 2 3. കാൽമുട്ടിലേക്ക് ശ്രദ്ധിക്കണം, കാൽമുട്ടിൽ വേദനയൊന്നും ഉണ്ടാവരുത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 1 2 3 4 and 5. ഇനി രണ്ട് കാൽമുട്ട് ഒന്നിച്ച് റൊട്ടേറ്റ് ചെയ്യാം. കൈകൾ കാൽമുട്ടിൽ വയ്ക്കാം. റൊട്ടേറ്റ് 3 4 and 5. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 1 2 3 4 and 5. ആങ്കിൾ മൂവ്മെൻറ്റ്. ആങ്കിൾ റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യാം. കാൽമുട്ട് അല്പം ഉയർത്തിപ്പിടിക്കാം. റൊട്ടേറ്റ്. ഇരുന്നിട്ടും ഇതൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ, നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. വലിയ വൃത്തങ്ങൾ വരയ്ക്കാം ആങ്കിൾ ജോയിൻ്റ് കൊണ്ട്. വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും റൊട്ടേറ്റ്. ഇപ്പോൾ ഈ കാഫ് മസിൽസൊക്കെ നന്നായിട്ട് വലിയണം ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ചെയ്യാം. ചെയ്തു. ഇനി ഇടത് കാൽ. റൊട്ടേറ്റ്. തിരിച്ചും. 1 2 3 4 5. ഇനി കാലിൻ്റെ വിരലുകളൊക്കെ മടക്കി നിവർത്തി. കാൽ വിരൽ കേട്ടോ, നല്ലവണ്ണം ബലം പിടിച്ച് മടക്കുക, നിവർത്തുക. ഇടത് കാലും. 1 2 3. കുറേ നാൾ ഇത് മടക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ കുറേ നാൾ കൊണ്ട് നമ്മുടെ ആ ഒരു ശേഷി തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടൊക്കെ പോകും. ഇനി രണ്ട് സൈഡിലൂടെയും പുറകിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കുക. അപ്പോൾ ശരീരത്തിൻ്റെ രണ്ട് സൈഡിലുള്ള മസിൽസിനും ചെറിയൊരു വലിവ് ലഭിക്കുന്നതിനായിട്ടാണ്. 3 4 5. വീണ്ടും സൈഡിലെ മസിൽസിന് വേണ്ടി തന്നെ രണ്ട് സൈഡിലേക്കും ചെറുതായി ഒന്ന് ചെരിയുക. 1 2. സ്ലോലി തളർത്തിയിടുകയാണ് ചെയ്യുന്നത്. ഒട്ടും തന്നെ സ്ട്രെയിൻ ചെയ്ത് വളയുന്നൊന്നുമില്ല. ഓരോ സൈഡിലേക്കും ശരീരത്തെ ഇങ്ങനെ തളർത്തിയിട്ടു. വീണ്ടും ഓപ്പോസിറ്റ് സൈഡ്. ലെഫ്റ്റ്. ഫീൽ ദ സ്ട്രെച്ച്. അരക്കെട്ടിനും ഇടുപ്പിനും വയറിൻ്റെ രണ്ട് വശങ്ങളിലും എല്ലാം നല്ല സ്ട്രെച്ച് അനുഭവപ്പെടുന്നുണ്ടാവും. സ്ലോലി നേരെ വരാം. ഇനി ഒരു എക്സസൈസ്. നമുക്ക് മുൻപിലേക്ക് വളയുക, പിറകിലേക്ക് വളയുക. ബെൻ ഫോർവേഡ്, ബെൻ ബാക്ക്വേർഡ്. അപ്പോൾ നടുവിന് വേദനയുള്ളവർ കാൽമുട്ട് മടക്കാതെ ഇങ്ങനെ വളയരുത്. പകരം എന്ത് ചെയ്യണം? കുറച്ച് മുട്ട് മടക്കണം. കുറച്ച് മുട്ട് മടക്കി മുമ്പിലേക്ക് വളഞ്ഞു, പിറകിലേക്ക് വളഞ്ഞു. ഈസി ആയിട്ടുള്ള രീതിയിൽ മുട്ടിത്തിരി മടക്കിക്കൊണ്ട് കേട്ടോ. മുൻപിലേക്ക്, പിറകിലേക്ക്. ബാക്ക് പെയിൻ ഒന്നും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കാൽമുട്ട് സ്ട്രെയിറ്റ് ആക്കി വെച്ചുകൊണ്ട് മുൻപിലേക്ക് വളയുക, പിറകിലേക്ക് വളയുക. ഒരുപാട് സ്ട്രെയിനൊന്നും ചെയ്യേണ്ട. ഒരു തവണ കൂടി റിലീസ്. ഇനി നേരെ വരാം. കുറച്ചൊരു 5 തവണ സിറ്റപ്സ് കൂടി നമുക്കൊന്ന് ചെയ്താലോ? കൈകൾ ഉയർത്തിപ്പിടിക്കുന്നു, കാല് കുറച്ച് അകത്തി വയ്ക്കാം. സിറ്റപ്സ്. 1 2. മുട്ടുമടക്കി നിവർത്തി. കാൽമുട്ട് വേദനയുള്ളവർ ഒരുപാട് സ്ട്രെയിൻ എടുക്കരുത്. കൈ ഉയർത്തുമ്പോൾ ഇൻഹേൽ, ശ്വാസം അകത്തേക്ക് എടുത്തു. എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഒരു തവണ കൂടി. ഇൻഹേൽ, എക്സേൽ. സ്ലോലി നേരെ വരാം. ഇത്രയും ചെയ്താൽ മതി ഇന്ന്. ഇപ്പോൾ ശരീരത്തിലെ എല്ലാ പാർട്സിനും അത്യാവശ്യം മൂവ്മെൻ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജോയിൻസിനും
അത്യാവശ്യം മസിൽസിനൊക്കെ ചെറിയൊരു ചലനം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും തറയിലിരിക്കുക, അല്ലെങ്കിൽ ചെയറിലാണെങ്കിൽ അങ്ങനെ കണ്ണടച്ചിരിക്കാം. ജസ്റ്റ് 1 മിനിറ്റ്. അല്പനേരം കണ്ണുകൾ അടച്ചിരിക്കുന്നു. റിലാക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ പ്രാക്ടീസുകൾ എന്തെല്ലാം മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാക്കി എന്നുള്ളതൊന്ന് ഒബ്സർവ് ചെയ്യാം. ബ്രീത്തൊക്കെ ഒരല്പം ഹെവി ആയിരിക്കാം. ഇപ്പോൾ ഈ പ്രാക്ടീസുകളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് ബ്രീത്തിനെ കൺട്രോൾ ചെയ്യാനൊന്നും ശ്രമിക്കേണ്ടതില്ല. ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക മാത്രം ചെയ്യാം. ഇത്രയും മൂവ്മെൻറ്റ്സ് എങ്കിലും എല്ലാ ദിവസവും നമ്മൾ ചെയ്ത് പോകണം. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ മസിൽസിൻ്റെയും ജോയിൻസിൻ്റെയും ഒക്കെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓരോ പ്രാക്ടീസും ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ഒബ്സർവ് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള വേദനകളോ ഓവർ സ്ട്രെയിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ ഈ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുക. ഏതെങ്കിലും ഭാഗത്ത് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ച് തവണ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. വളരെ പതിയെ ശ്വാസം അകത്തേക്ക് എടുക്കുകയും പതിയെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യണം. അസ്വസ്ഥതയുള്ള ആ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ റിലാക്സ്ഡ് ആവും. അസ്വസ്ഥത വേഗത്തിൽ തന്നെ അവസാനിക്കുകയും ചെയ്യും. ഇനി അല്പനേരം ശ്വസനത്തിൽ മാത്രം ശ്രദ്ധിക്കാം. വളരെ സാവധാനത്തിൽ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഡീപ്പ് ഇൻഹലേഷൻ, എക്സേൽ കംപ്ലീറ്റ്ലി. വളരെ പതിയെ ശ്വാസം അകത്തേക്ക്, സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. റിലാക്സ്. മനസ്സിനുള്ളിൽ ആരോഗ്യവും സന്തോഷവും ആനന്ദവും ആവോളം നിറയ്ക്കുക. ഇന്നത്തെ ഈ ഒരു ദിവസം എത്രമേൽ മനോഹരമായിട്ട് ഉപവാസമെല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതത്രത്തോളം ആസ്വദിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ശരീരത്തിനും മനസ്സിനും ഇന്നത്തെ ഈ ഉപവാസം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന വലിയ കരുത്ത്, വലിയ ആരോഗ്യം, വലിയ സന്തോഷം, ഇത് മാത്രം മനസ്സിൽ നിറച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ തുറക്കാം. 2 കൈകളും കൂട്ടിത്തിരുമ്മി ചൂടാക്കുക. ഉള്ളംകൈ വളരെ മൃദുവായി കൺപോളകൾക്ക് മീതെ വെച്ച് ഇളം ചൂട് കൺപോളകളിലേക്ക് പകരുക. കൈക്കുമ്പിളിലെ ഇരുട്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കണ്ണുകൾ തുറക്കുക. താങ്ക് യു. എല്ലാവർക്കും വളരെ നന്ദി. ഇന്നത്തെ ഒരു ദിവസം വളരെ നന്നായി ആസ്വദിക്കാൻ, വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു.